ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ് ബിബി ഫാമിലിക്ക് എന്ത് പറ്റി? ഒന്നും ബഷീർ ബാഷി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേ. ഞാനൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ഈ പറയുന്ന ചാനലിലും വന്നേക്കുന്ന ഇവർ ഡിവോഴ്സായി ഇതിനെ ഒറ്റപ്പെടുത്തി ഈ ഭാര്യ വേണ്ടാന്ന് വെച്ചിട്ട് അയാൾ ഈ പറയുന്ന തായ്ലാൻഡിലും അവിടെയൊക്കെ കറങ്ങാൻ പോയെന്നുള്ള രീതിയിലാണ് വന്നത്. നമ്മൾ പഴയ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. ആ കൂട്ടത്തിൽ അയാളുടെ പാസ്റ്റും ഉണ്ടായിരുന്നു. ഈ പറയുന്ന വേറൊരു വൈഫിൻ്റെ വീഡിയോസും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശ്രേയ എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോസ് ഉൾപ്പെടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ചുംബന സമരത്തിനാണ് അതിനെതിരായിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്കിനി ഇവിടെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവർ ഡിവോഴ്സ് ആയിട്ടില്ല. പിന്നെ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ ബഷീറിൻ്റെ പുതിയ വീഡിയോയ്ക്കകത്ത് ഈ പറയുന്ന അരി മേടിക്കാൻ വേണ്ടി ഈ നമ്മുടെ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ പൊന്നു ബഷീറെ, ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ ഈ നമ്മളെങ്ങനെ പുച്ഛിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറേ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് പല ആൾക്കാരും. ഞാൻ എൻ്റെ ഇത് വെച്ചല്ല പറയുന്നത്. ഇപ്പോൾ സീക്രട്ട് ഏജൻ്റ് ആണെങ്കിലും നമ്മുടെ അതുൽ ഇടപെട്ട് ഒരു വലിയൊരു പ്രശ്നം തീർത്തിട്ടുണ്ടായിരുന്നു. രഹസ്യമായിട്ട് അവനതെല്ലാം ആദ്യം മീഡിയ വന്നു, അവനതെല്ലാം എപ്പോഴും അതൊന്നും ആരോടും വേണമെങ്കിൽ അവന് ക്രെഡിറ്റ് എടുക്കാമായിരുന്നു. ഇത് നല്ല വ്യൂവർഷിപ്പും കിട്ടിയാനെ. അങ്ങനെ ഒരുപാട് കേസ് കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചില വീഡിയോസിൽ നമ്മൾ പറയുന്നതൊക്കെ കണ്ട് ചിലവരൊക്കെ കോൺടാക്ട് ചെയ്ത് ഓക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്നടുത്ത് പോയി നിങ്ങൾ എല്ലാ സ്റ്റേഷനിൽ ചെല്ല്, ഞങ്ങൾ വിളിച്ചു പറയാം. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. ഫാഷൻ വീഡിയോ ചെയ്യുന്നവരെ അങ്ങനെ പുച്ഛിക്കാതെ അങ്ങ് തള്ളിക്കളയല്ലേ വെറുതെ എങ്ങനെ. ഓക്കെ, എന്നാലും ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ആദ്യ ഭാര്യ നിങ്ങളുടെ 2ാമത്തെ കല്യാണം സമ്മതിച്ചായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. സമ്മതിച്ചില്ലെങ്കിൽ നീ നിന്റെ പാട്ടിന് പോകുന്നുള്ള രീതി സംസാരിച്ചു. ഞാൻ അത് വെച്ചിട്ട് ഒരു കമൻറ്റും വായിച്ചിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, ആ ബഷീറിനെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പം ബഷീർ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്ളോഗ് ഓക്കെ, ബഷീറിന് 2 വൈഫുണ്ട്. അവരുടെ കുട്ടികളുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ തൊരയോടിരിക്കും. ഈ സീരിയൽ പോലാണ് നിങ്ങളെ വിചാരിച്ചിരിക്കുന്നത്. ഈ സീരിയൽ അഡിക്റ്റായിട്ട് ഇരിക്കുന്ന കുറേ ആൾക്കാർ ഇതുപോലുള്ള ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ അഡിക്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അവർ എന്താ പറയുന്നത്, താനും തൻ്റെ 2ാമത്തെ വൈഫും കൂടെ അടിച്ചു പൊളിച്ച് കറങ്ങിയൊക്കെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന ആദ്യ വൈഫ് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നു, ഒരു മൂലയ്ക്ക് നിൽക്കുന്നു. ഇതൊക്കെ ചോദ്യങ്ങളും ഓരോ രീതിയിലും വരും. ചിലപ്പോൾ കമൻസ് വെച്ചിട്ടായിരിക്കും ചില കാര്യങ്ങളൊക്കെ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നതും സംസാരിക്കുകയും ചെയ്യുന്നത്. ആൾക്കാർ അഭിപ്രായങ്ങൾ പറയാമല്ലോ. ഇപ്പോൾ ബിഗ് ബോസിൽ നിങ്ങളുള്ള സമയത്ത് നിങ്ങൾ തന്നെ പറയാറുണ്ട് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. ഇവിടെ ഞാനൊരു കാര്യം പറയാം, സോഷ്യൽ മീഡിയയിൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ബിഗ് ബോസിലാണെങ്കിലും താൻ വോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, വോട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണല്ലോ താനൊരു 19 ദിവസങ്ങളിൽ നിന്ന് പോയത്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ ചാനൽ സബ് ചെയ്യണം, എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം എന്നൊക്കെ നമ്മൾ തന്നെ പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ അതിനെ വെച്ച് ഒരു കമൻറ്റ് വെച്ചിട്ട് ചില കാര്യങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുമുണ്ട്, തെളിയിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഇപ്പം ഇത് നിങ്ങൾക്ക് അത്യാവശ്യം വ്യൂവർഷിപ്പ് ഉള്ളതാണ്. 3 യൂട്യൂബ് ചാനലാകുമ്പോൾ തന്നെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക്. ഇതൊക്കെ ആൾക്കാരുടെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. അപ്പം ഇതുപോലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കുകയൊക്കെ ചെയ്യും. എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഓരോ വ്ളോഗും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പം ഞാൻ അതത്ര മോശമാക്കിയല്ല പണ്ട്. പിന്നെ നിങ്ങളുടെ കുറേ കാര്യങ്ങൾ തെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതും പഴയ കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പുതിയ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ് ബിബി ഫാമിലിക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടില്ല ഗൈസ്, നമ്മുടെ ഫാമിലിക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതാണല്ലോ ഇപ്പൊ എന്താ പറയാ, സോഷ്യൽ മീഡിയ മൊത്തം കത്തിക്കൊണ്ടിരിക്കണേ. എന്താണെന്നറിയില്ല. അതായത് സോഷ്യൽ മീഡിയ മാത്രമല്ല കേട്ടോ, ഈ ഓൺലൈൻ ചാനലുകള്, അതായത് ഞാൻ ഭയങ്കര ചെറുപ്പം മുതലേ പ്രൊഫഷണലായിട്ട് കാണുന്ന വനിത, അതേപോലെ തന്നെ ഏതാണ് മലയാള മനോരമ ന്യൂസ്, ഈ എന്തിലൊക്കെ ആർട്ടിക്കിൾസ് വന്നെന്നറിയോ, അത് ഫുള്ള് ഫേക്ക് ന്യൂസ്. അപ്പൊ അതിലൂടെ എന്ത് മനസ്സിലാക്കാം, ഈ വാർത്താ ചാനലുകളിൽ വരുന്ന എല്ലാ ആർട്ടിക്കലും ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാം. കാരണം ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസുകളൊക്കെ വെച്ചിട്ടാണ് ആളുകളുടെ കമന്റ് കണ്ടു എന്നും പറഞ്ഞിട്ടാണ്, കമന്റ്സ് ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ന്യൂസ് ഇറക്കി. ശരി, അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ വളർന്നു. മനോരമയിലും അവിടെയൊക്കെ വരിക എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമാണോ? ബഷീർ എങ്ങനെ പണ്ട് നടന്നത്? 2015 എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു തുണിക്കച്ചവടം ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ഈ ഫ്രീക്കന്മാരുടെ അന്ന് ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഫോട്ടോഷൂട്ടാണ്.
എൻ്റെ 2015 കാര്യമൊക്കെ പറയുന്നത്. അപ്പോൾ ബഷീറിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 1K 2K 3K ഒക്കെ ലൈക്കാണ്. അതായിരുന്നു ആ സമയത്തൊരു, ഞാനും ആ സമയത്തൊരു കൊച്ചു താരമായിരുന്നു നമ്മുടെ ഏരിയയിലൊക്കെ. അത്യാവശ്യം ഒരു ഫോട്ടോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ ഒരു മണിക്കൂർ 700 ലൈക്കൊക്കെ കയറുകയൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്ത്. അത് നമ്മൾ പിന്നെ ബഷീറിൻ്റെ ഫ്രണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ. പിന്നെ ഈ സപ്പോർട്ട് കൊടുക്കും, ഈ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പൊളിക്കുമ്പത്തേനും വേണ്ട കൂടെ എന്നൊക്കെ പറയുന്നവരൊക്കെ ഇവരെന്തെടുക്കും, ഫ്രണ്ടായിട്ട് വെക്കും. അപ്പോൾ ഞാനും ബഷീറൊക്കെ ഒരു 20 ദിവസം 25 ദിവസം 30 ദിവസമൊക്കെ ഫ്രണ്ടായിരുന്നു. പിന്നെ ബഷീറിനെ അൺഫോളോ ആക്കി അടിച്ച്, കാരണം സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം മതി. ഇന്ന് ഫ്രീക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നൊരു മനുഷ്യൻ ഇപ്പം നല്ല അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ ആൾക്കാരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും പറ്റത്തൊന്നുമില്ല. അതേ ആൾക്കാരാണ് ഈ നെഗറ്റീവും കാര്യങ്ങളും എൻ്റെ പൊന്നു ബഷീർക്ക് അടിക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം ആദ്യം. ഇപ്പം നിങ്ങൾ അടിച്ച് പിരിഞ്ഞു എന്നൊക്കെ ഓരോ വ്യക്തികൾ പറഞ്ഞപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇടുകയൊക്കെ ചെയ്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ ഒന്നാമത്തെ ഭാര്യ, രണ്ടാമത്തെ ഭാര്യ, നേരത്തെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അതൊക്കെ സംസാരിക്കേണ്ടി വരും. കാരണം ബഷീർ ഭാഷ അറിയാത്തവർക്ക് വേണ്ടി ഒന്നേന്ന് നമ്മൾ തുടങ്ങേണ്ടി വരും. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, ഇനി ബാക്കിയും കൂടെ പറ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഒരു ചാനലും വിശ്വസിക്കാൻ പാടില്ല, എല്ലാം ഫേക്ക് ആണെന്ന് മനസ്സിലായി. പക്ഷെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം എന്നറിയോ, ഒരുപാട് നമ്മളോട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഫോൺ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫാമിലി, എന്തെങ്കിലും വിഷയം? ഞങ്ങളാണ് ഇവിടെ 2-3 ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് നിന്ന് തിരിയാൻ ടൈമില്ലാണ്ട് ഞങ്ങൾ പർച്ചേസും കാര്യങ്ങളും അതിന്റെ പ്രൊഡക്ഷനും യൂണിറ്റിലെ സ്റ്റിച്ചിങ്ങും മെറ്റീരിയൽ പർച്ചേസും അങ്ങനെയൊക്കെ ആയിട്ട് തീ പിടിച്ചിട്ട് നടക്കുന്നത്. അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് അറിയാലോ, കുറെ നാളായി വ്ളോഗ്സ് ചെയ്തിട്ട് വ്ളോഗ് ചെയ്യാൻ പോലുള്ള ടൈം കിട്ടുന്നില്ല. അത്ര ബിസി ആയിട്ട് ഞങ്ങൾ നടക്കണം. പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവൂലെന്ന് തോന്നി. കാരണം അത്രയധികം ആൾക്കാരുടെ ഇടയിലേക്ക് ഭയങ്കര നെഗറ്റീവായിട്ടുള്ളതും റോങ് ആയിട്ടുള്ളതും തെറ്റിദ്ധാരണയും പരത്തിക്കൊണ്ട് ഒരുപാട് റിയാക്ഷൻ ചെയ്യുന്ന എന്താ പറയാ അയൽക്കൂട്ടത്തിന്റെ ഉടമകളായിട്ടുള്ള കുറെ റിയാക്ഷൻ ടീമുകളുണ്ട്. അവന്മാർ ശരിക്കും നല്ലൊരു അയൽക്കൂട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജീവിക്കാൻ വേറെ വഴിയില്ലാണ്ട് അവന്മാർ ബാക്കിയുള്ളവരുടെ എന്തെങ്കിലും റിയാക്ഷൻസ് എന്തെങ്കിലുമൊക്കെ നോണ ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ പറഞ്ഞിട്ട് അരി വാങ്ങിച്ച് ഞണ്ണിക്കൊണ്ടിരിക്കുന്ന കുറെ റിയാക്ഷൻ ചെയ്യണവന്മാരുണ്ട്. പിന്നെ ഉമ്മാരിക്കൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടിട്ടാണ് അതിനെപ്പറ്റി ഓരോരുത്തരുടെ പേരെടുത്ത് സംസാരിക്കാത്തതിന്റെ കാര്യം അതാണ്. കാരണം ബുദ്ധി ഉള്ള ആൾക്കാർ, അരിഭക്ഷണം കഴിച്ചതല്ല ബുദ്ധിയുള്ള ആൾക്കാർക്ക് അറിയാം റിയാക്ഷൻ ചെയ്യണവന്മാരെല്ലാരും അരി വാങ്ങാൻ വേണ്ടി തന്നെയാണ് ഈ പരിപാടിക്ക് നിൽക്കണെന്നുള്ളത്. അതേപോലെ തന്നെ വ്ളോഗ് ചെയ്യാന്നുള്ളതും അതിലൂടെയും വരുമാനവും ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നതും എന്താണെങ്കിലും വരുമാനം ഉണ്ടാകുന്ന സംഭവം. പക്ഷെ സ്വന്തം കണ്ടന്റ് വെച്ചിട്ടായിരിക്കണം വരുമാനം ഉണ്ടാക്കണം. ആ വരുമാനം ഉണ്ടാക്കുന്ന മാറ്ററുകളിലും ഒരു സത്യസന്ധത വേണം. ഇത് വെറുതെ ഇല്ലാത്ത കഥകളും ഓരോന്നൊക്കെ പറഞ്ഞ് റിയാക്ഷൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് എന്നും പറഞ്ഞിട്ട് കുറെ, അതായത് പല ടൈപ്പ് ഉണ്ട് റിയാക്ഷൻ ചെയ്യുന്ന ടൈമാര് പറയണില്ല. ഇവര് വിചാരിക്കുക എന്താണെന്നറിയോ, ഒരു ഇപ്പൊ എന്ന് വെച്ചാല് ഒരാളിപ്പോ വീഡിയോ ചെയ്തേ അപ്പത്തേക്ക് അവര് ശരിയാ, പുള്ളി പറഞ്ഞു കേൾക്കണം, സ്വന്തം കണ്ടന്റ് വേണം. പിന്നെ പുള്ളിക്ക് പിന്നെ കണ്ടന്റ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തന്നെ 2 ഭാര്യമാരെന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയൊരു കോണ്ടന്റ് തന്നെയാണ്. പിന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ്, എല്ലാം പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ എല്ലാം സ്വന്തം എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ്. ഞാൻ എന്തോ പറയാനാ, ഈ അടുത്ത സമയത്ത് തന്നെ ഇത്രയും മാന്യനും ഇത്രയും നല്ല ഉപദേശങ്ങളും തരുന്ന ഒരു വ്യക്തി പണ്ട് 2ാമത്തെ ഭാര്യയോട് ചെയ്തതിൻ്റെയും കൈയും കാലും തള്ളി ഓടിച്ചതിൻ്റെയും കണക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ വെച്ച് തരണോ? അല്ല, ഇത്രയും നല്ല ഉപദേശങ്ങളൊക്കെ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് സ്വയം നന്നായിട്ട് ചെയ്യ്. എൻ്റെ പൊന്നു ബ്രോ, സംസാരിച്ച് പോകുമ്പോൾ പഴയ ചരിത്രങ്ങൾ വേണമെങ്കിൽ കുത്തിപ്പൊക്കാം, ഇനി വേണമെങ്കിലും കുത്തിപ്പൊക്കാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? നീ ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരെ പുച്ഛത്തോടെ കാണുമ്പോഴേ അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഞാനൊരു കാര്യം പറയാം, പല കേസ് കെട്ടുകളും ന്യൂസുകാർ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ നമ്മൾ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, നീതിയും മേടിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറേയൊക്കെ കിട്ടിയിട്ടുമുണ്ട്. എക്സാമ്പിൾ തന്നെ ഉദയഗിരിജ എന്ന് പറയുന്നൊരു വിഷയം ഈ അടുത്ത സമയത്ത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ അനാഥാലയത്തിൽ നടന്ന ഒരു വിഷയങ്ങളും കാര്യങ്ങളും നമ്മൾ അതായത് കോണ്ടന്റ് ആക്കിയായിരുന്നു. ആ സമയത്ത് നമ്മൾ ഓരോ ഗർഭത്തിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അതിനെ നാട്ടുകാരെന്തെടുത്ത് നിനക്കൊന്നും വേറെ പണിയില്ലേ, അങ്ങനെയാണ് മറ്റേ അവിടെ അനാഥാലയത്തിൽ നടക്കുന്ന തോന്നിവാസങ്ങളും കാര്യങ്ങളും എല്ലാം വിളിച്ചു പറഞ്ഞാൽ നമ്മൾ റിയാക്ഷൻകാരാണ്. അല്ലാതെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ബ്രോ. കൂടി വന്ന ബ്രോ ഈ ഒരു വീഡിയോക്ക് സ്ട്രൈക്ക് അടിക്കുമായിരിക്കും. 10-14 ദിവസത്തിനുള്ളിൽ ഈ വീഡിയോ ഇവിടെ തന്നെ കാണും. അത് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് നല്ല രീതിയിൽ അറിയാം. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സാണ്
ഓരോ കാര്യങ്ങളും എടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നതെല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കത് അക്കൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ തായ്ലാൻഡിൽ പോയി അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ പോയി മറ്റേ പോയി മറിച്ചത് പോയി ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഓരോ ആൾക്കാരുടെ വീഡിയോയുടെ താഴെ പോയി ഓരോരുത്തർ കമൻറ്റ് ഇടുന്നതൊക്കെ ഇവറ്റകളുടെയൊക്കെ വീഡിയോ കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന്. പക്ഷേ ഇപ്പം ബഷീർ ഇവിടെ നിൽക്കുന്നതും എല്ലാം ഈ ജനങ്ങളെ കൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ മറക്കണ്ട. നാളെ നിനക്കൊരു നെഗറ്റീവ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതാണ് വിഷയം, നീ പെട്ടുപോവാണെങ്കിൽ എന്തു ചെയ്യും? നിൻ്റെ വീഡിയോ വന്നിട്ട് നീ ഇതെല്ലാം കടന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയുമ്പം ചിലപ്പോൾ ആൾക്കാർ ഇതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടാവത്തില്ല. ചിലപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടാണല്ലോ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ നിങ്ങളുടെ ഫ്രണ്ടാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ സായി വിളിച്ചോട്ട് പറയും, സായി ഈ പറയുന്നതോട് റിയാക്ഷൻ ചെയ്യുന്ന ആളല്ലേ, അരിയണ്ണം എന്നറിയപ്പെടുന്നത്, അരി മേടിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ അരി മേടിക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്കൊരു വിഷയമല്ല, നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ആവശ്യം വരുമ്പോൾ എല്ലാവരും വേണം, അത്രേ പറയുന്നുള്ളൂ. ഇതിപ്പം 1-2 ആൾക്കാർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അടിച്ച് ഇത് വിട്ടേന് ബാക്കിയുള്ളവരുടെ നെഞ്ചത്തോട്ട് ഇങ്ങനെ കയറാൻ വരാതെ, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നോക്കുമ്പോ അതിന് നല്ല റീച്ച് അല്ല, സാധാരണ ചാനലായിരിക്കും 800-600 വ്യൂസ് ഒക്കെ ഉള്ള ചാനലായിരിക്കും. സുഹാന ബഷീറിന് എന്ത് പറ്റി, സുഹാനയുടെ കണ്ണുകൾക്ക് എന്ത് പറ്റി, കരച്ചില് വിഷം, അത് കണ്ട് അവരുടെ ചാനലിൽ 2 ലക്ഷം വ്യൂസ്. പിന്നെ ഇങ്ങനെയുള്ള ന്യൂസുകൾ കേൾക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറെ ഒരു പണിയും കൂലി ഇല്ലാണ്ട് വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിന് കമന്റ് അടിച്ച് തെറി പറയാനും അനാവശ്യം പറയാനും അത് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവര് അവർക്ക് സപ്പോർട്ടും. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പറയാം. നമുക്ക് നേരെ കാറിലേക്ക് പോവാം. വരൂ, കമോൺ ഗൈസ്. ഇന്നൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് എല്ലാരും കോസ്റ്റ്യൂം ചേഞ്ച് ഒക്കെ ചെയ്ത് ഞാൻ മാത്രമേ ചെയ്യാത്തുള്ളൂ. എനിക്ക് 1-2 പിന്നെ ഏത് വ്ളോഗ് ചെയ്യുന്നവനായാലും റിയാക്ഷൻ ചെയ്യുന്നവനാണെങ്കിലും നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. പിന്നെ ഈ അടുത്ത സമയത്ത് ഈ പറയുന്ന അമ്മമാരെയൊക്കെ തെറി പറയുന്നുണ്ട് വീട്ടിലുള്ളവരൊക്കെ, അതും പ്രത്യേകിച്ച് പെണ്ണുങ്ങളില്ലേ. രേണുവിൻ്റെ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ പെണ്ണുങ്ങൾ കുറേ എണ്ണം ഫോട്ടോ സഹിതം എടുത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കെടുത്ത് നല്ല രീതിയിൽ അവൾമാരിപ്പോൾ കേസ് കൊടുത്താലും ഒരു വിഷയമില്ല നമുക്ക്, കാരണം ആ ഒരു സെൻസിലങ്ങ് എടുത്താൽ മതി എന്ന് കരുതിയിട്ട്. എന്തായാലും പിന്നെ വേറൊരു വീഡിയോ കൂടെ ഞാനൊന്ന് വെച്ചു. അതാ പറഞ്ഞ ഒരുപാട് പേർക്ക് ഞാൻ നല്ലൊരു വ്യൂസ് ആയിട്ടുണ്ട്, നല്ലൊരു വ്യൂസ്. തമ്മില് ഞാൻ വിഷമിച്ച് ഇങ്ങനെയൊക്കെ നിക്കണത് മര്യാദക്ക് എടുത്തിട്ടൂടെ തമ്മിലൊക്കെ ഇടുമ്പോഴത്തേക്ക്. നല്ലൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് പ്രശ്നം നിങ്ങളെ? കോണ്ടന്റ് ക്ഷാമാണോ? കോണ്ടന്റ് ക്ഷാമം ഉണ്ടെങ്കിൽ ആ ചാറ്റ് ജിപിടിയോട് ചോദിക്കൂ, പല കോണ്ടന്റ് വന്ന് തരും. കോണ്ടന്റ് ക്ഷാമാണെങ്കിൽ നമ്മൾ എന്തിനെടുത്തിടേ ഗൈസ്? നമ്മൾ ഈ 8 years ആയി, എനിക്ക് മാരേജ് ആയിട്ട് 8 years ആയി. ഇവിടെ കുട്ടി കണ്ടില്ലേ, കുട്ടിയുമായി 2017 അന്ന് തുടങ്ങിയ 2018 സോറി മറന്നു ഗൈസ്. 2017 എന്റെ മോൻ ജനിച്ചാണ്. അതാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയില് ഇവർ 5 വർഷം കൊണ്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ചിരിയും എന്താ പറയാ ചിരിയാ വരുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകരോടൊക്കെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തായാലും നമുക്ക് ബഷീറിന്റെ കൂട്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ട് സംസാരിക്കാം അല്ലേ. ഓക്കെ, സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. സുഹാന എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടല്ലോ ആ സുഹാനയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ, രീതിയും കാര്യങ്ങളൊക്കെ. അയ്യോ സുഹാന കഷ്ടമാണ്, സുഹാന പാവമാണ്, സുഹാന പഞ്ചാരയാണെന്നൊക്കെ ഇരുന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഷഫീന ബീബിയാണ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല മെച്ചുവേർഡായിട്ട് ആ ചേച്ചി അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർക്കൊക്കെ വേണ്ടി ഇതൊക്കെ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ട് ഇതിൻ്റെയൊക്കെ സെൻഡി അടിച്ച് അല്ലെങ്കിൽ എന്താ പറയണ്ടേ കരഞ്ചിലെമ്മിടി ഞങ്ങൾക്ക് എന്താ സഹിക്കാൻ വയ്യ ആ പെണ്ണിന്റെ ജീവിതവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ആ പെണ്ണിനൊരു കുഴപ്പവും ഇല്ല, ആ പെണ്ണ് അവിടെ നിൽക്കുന്നതും കണ്ടില്ലേ. അവരടിച്ച് പൊളിച്ച് നല്ല രീതിയിൽ പോവൊക്കെ ചെയ്ത് നമ്മൾ പുച്ച ഇത് കാണുന്ന നമ്മൾക്കാണ് ഇപ്പോൾ കുഴപ്പമെന്നാണ് അവർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ പെണ്ണ് ക്രിസ്ത്യാനിയായിരുന്നു, വന്ന് മതം മാറി, അങ്ങനെയുള്ള കുറേ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് ഇനി തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, ഇവൻ്റെ ഹാട്ടും തുപ്പൊക്കെ കേട്ടിരിക്കുന്നതല്ല പറയാൻ. അങ്ങനെയെങ്കിൽ അവർ എൻജോയ് ചെയ്യുമോ, അവരുടെ രീതി പോവുകയൊക്കെ ചെയ്യാം. ഞാനൊരു കാര്യം പറയാം, പറ്റുന്നവർ മാത്രം ഇവറ്റകളൊക്കെ വീഡിയോ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ലതും പണി നോക്കാൻ പോവുക. അത് തന്നെയാണ് എനിക്ക് കമൻ്റ് ഇടാൻ വരുന്നവരോടും അഭിപ്രായം പറയാൻ വരുന്നവരോടും ഒക്കെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കാരണം അല്ലെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാവും. അന്നും ഇന്നും ജനങ്ങളെ മണ്ടരാക്കുന്ന കുറേ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് സീരിയൽ പോലെ വിചാരിക്കല്ലേ.
ഞാൻ അത്രേ പറയുന്നുള്ളൂ. പിന്നെ നമുക്കൊരു വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യും. ഇതിനൊന്നും ഒരു സ്റ്റാൻഡും നിലപാടും ഇല്ലാത്ത ടീംസുകളാണ്. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ടീമുകൾ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബും ഒക്കെ ചെയ്യുക. അരി മേടിക്കാൻ വേണ്ടിയാണേ, ജീവിച്ചു പോകണ്ടേ. അരി മാത്രമല്ല കേട്ടോ, നമ്മൾ പച്ചക്കറികൾ മേടിക്കാറുണ്ട്. ഈ പറയുന്ന ഉപ്പ് മുതൽ കർപ്പൂരം വരെ, പപ്പടം എല്ലാം ഇതേ നിന്നാണ് നമ്മൾ മേടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് അരിയും പപ്പടം ഒന്നും മേടിക്കാൻ പറ്റില്ല. എന്തിന്? കണ്ണാടി പോലും, ഇതെൻ്റെ അമ്മയുടെ കണ്ണട കേട്ടോ, ഒരു 23 വർഷത്തെ കണ്ണാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയത്തില്ല, ഇന്ന് ഭയങ്കര സന്തോഷമാണ്. ഇന്നലെ 2-3 ദിവസം കൊണ്ട് എന്താ പറയുക, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. അപ്പോൾ നല്ല ഹാപ്പിയായി, നല്ല സന്തോഷമായി. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ ഇവറ്റകളൊക്കെ നമ്പാതെ നേരെ വാ, നേരെ പോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബും ഹൈപ്പൊക്കെ കൊടുക്കുക. ബൈ, ലവ് യു ഓൾ.